ഇന്നത്തെ ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത് മലയാളികൾക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു മുഖമാണ്. ആളൊരു ആക്ട്രസ് ആണ്, സ്റ്റേജ് പെർഫോമർ ആണ്, അതുപോലെ തന്നെ ഒരു ഡാൻസറാണ്. വൈറലായ സംഭവം എന്ന് പറഞ്ഞാൽ ലെങ്തി വീഡിയോയിൽ ഒരേ ഒരു ക്ലിപ്പിംഗ് മാത്രം എടുത്ത് അവർ സൂം ഇൻ സൂം ഔട്ട് ഒക്കെ ചെയ്തിട്ടാണ് അത് അത്രയും വൈറലായത്. ആൾക്കാരെ ഫേസ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ സെറ്റിൽ പോകുമ്പോൾ മമ്മൂക്കി ആവട്ടെ, സുരേഷ് ചേട്ടനാവട്ടെ, എല്ലാവരും, ലാലേട്ടനും എല്ലാവരും നമ്മളെ കംഫർട്ടബിൾ ആക്കുക ഒരു ഫസ്റ്റ്. വെൽക്കം ചെയ്യാം മാളവിക മേനോൻ. താങ്ക് യു സോ മച്ച്. സുഖാണോ? സുഖമായിട്ടിരിക്കണു. ഹൗ ആർ യു? ഫൈൻ. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? നല്ല വിശേഷം. കുറച്ച് 2-3 റിലീസ് ഉണ്ടായിരുന്നു ഈ അടുത്ത്. അതിനുശേഷം ദിലീപേൻ്റെ ഒരു പ്രോജക്റ്റ് ചെയ്തു ഇപ്പോൾ, D148 എന്ന് പറഞ്ഞിട്ട്. ഉഡലിൻ്റെ ഡയറക്ടർ രതീഷ് ചേട്ടനാണ് ഡയറക്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ പാപ്പൻ എൻ്റെ പ്രൊഡക്ഷനാണ് ചെയ്യുന്നത്. ടൈറ്റിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ. നാദശക്കയുടെ ഒരു മൂവിയിലും ചെയ്തു. പിന്നെ അതൊക്കെ റിലീസ് ആവാനുണ്ട് ഇനി. അപ്പോൾ പുതിയ പ്രോജക്ട്സ് എന്ന് പറയുന്നത് ദിലീപേട്ടൻ്റെ കൂടെയുള്ളതും നാദർശക്കയുടെ കൂടെ. ഫസ്റ്റ് ഫിലിം നിദ്രയല്ലായിരുന്നേ? ഞാൻ ക്യാമറ മുമ്പിൽ ആദ്യമായിട്ട് നിന്നത് നിദ്ര എന്ന മൂവിയിലൂടെയാണ്. ആ മൂവിയിലേക്ക് എത്തിപ്പെട്ടത് അത് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളതാ ചോദിക്കുമ്പോൾ ഒക്കെ. സിദ്ധാർത്ഥ് ഭരതൻ ചേട്ടൻ ആ സമയത്ത് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു FBയിൽ. അങ്ങനെ എൻ്റെ അടുത്ത് ഒരു ദിവസം ഇങ്ങനെ ചോദിച്ചു. എനിക്ക് ഇങ്ങനെ താല്പര്യം, ഞാൻ എന്താ പറയുക, അങ്ങനെ മേ ബി ഫ്രണ്ട് ഞാൻ പറഞ്ഞിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം എന്നെ കണ്ടപ്പോൾ അങ്ങനെ ചോദിച്ചു, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒരു ദിവസം വന്ന് ട്രൈ ചെയ്ത് നോക്കുമോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം അങ്ങനെ ട്രൈ ചെയ്തതാണ് നിദ്ര. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമിൽ? നല്ലതായിരുന്നു. കാരണം എനിക്ക് യാതൊരു അറിവില്ല എന്താണ് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊന്നും അറിയില്ലല്ലോ. നമ്മൾ നോർമലി സെലിബ്രിറ്റീസിനെ കാണുന്നു, അഭിനയിക്കുന്ന TV-യിലെ മൂവീസിലൂടെ കാണുന്നു, ഒരു പ്രേക്ഷക എന്ന നിലയിലല്ലാതെ അങ്ങനെയാണ് ഞാനും പോയത്. ഞാൻ ഫാമിലിയായിട്ട് പോയി ആക്ച്വലി കാണാം, നോക്കാം, കണ്ടിട്ട് വരാമെന്നുള്ള രീതിയിലാണ് പോയത്. അഭിനയിക്കാൻ പോവാ എന്നൊന്നും വിചാരിച്ചിട്ടല്ല. അപ്പം അങ്ങനെ ചെന്നപ്പോൾ അന്നത്തെ ദിവസം കുറേ ആർട്ടിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഒരു വലിയ സീക്വൻസ് ഒക്കെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ കണ്ടപ്പോൾ കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ, എല്ലാവരും ഭയങ്കര രസമായിട്ട് ഇൻവോൾവ് ഒക്കെ ചെയ്ത് അഭിനയിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ രസമുണ്ടല്ലോ, ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ ട്രൈ ചെയ്തതാണ്. അപ്പോൾ ടെൻഷനൊന്നും ഉണ്ടായില്ല? അന്ന് എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല. മേ ബി എനിക്കൊന്നും അറിയാത്തതുകൊണ്ടായിരിക്കാം. അവിടുത്തെ ക്രൂ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അവർ എങ്ങനെയായിരുന്നു? സപ്പോർട്ടിങ് എങ്ങനെയായിരുന്നോ, അതോ ചെറിയ രീതിയിൽ ഇങ്ങനെ റാഗിങ് പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എനിക്ക് അവിടെ ചെന്നപ്പോൾ ആക്ച്വലി പരിചയമുള്ളൊരു ആക്ടർ ഉണ്ടായിരുന്നു. എൻ്റെ സ്വന്തം നാട്ടിലുള്ള ഒരു ചേട്ടൻ തന്നെയാണ്, രാജീവ് പരമേശ്വരൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളുണ്ടായിരുന്നു. അപ്പോൾ ആളെ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. നൈബേഴ്സാണ് ഞങ്ങൾ ഓൾറെഡി. അപ്പോൾ പരിചയമുള്ള ഒരാളെ കണ്ടപ്പോൾ കുറച്ച് ആശ്വാസമായി. പിന്നെ ഞാനങ്ങനെ ഭയങ്കര മിങ്കിൾ ചെയ്യുന്ന ഒരു ടൈപ്പ് ഒന്നും ആയിരുന്നില്ല. ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ഷൈ ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പം ഞാൻ എല്ലാവരുടെ അടുത്ത് ചെന്നിരുന്ന് ഇങ്ങനെ കാണും, എന്താ നടക്കുന്നത് കാണുമെന്ന് പറഞ്ഞല്ലാതെ ഞാനായിട്ട് അങ്ങോട്ട് ചെന്ന് മിണ്ടേ അങ്ങനെയൊന്നുമില്ല. ആർക്കും ഒരു ഡിസ്റ്റർബൻസും ഇല്ല. ഞാനവിടെ ഒരാളുണ്ട് എന്നുള്ളത് തന്നെ ഹലോ എന്ന് ഞാൻ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അപ്പം എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേരെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മാളവിക, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. അങ്ങനെയുള്ളൊരു കുട്ടിയാണ്. അപ്പം എല്ലാം അങ്ങനെ നോട്ടീസ് ചെയ്യുമെന്ന് മാത്രം. പിന്നെ സിദ്ധാർത്ഥേട്ടനുണ്ടായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമായോ സെറ്റും കാര്യങ്ങളൊക്കെ എന്നൊക്കെ അന്ന് വന്നപ്പോൾ ചോദിച്ചു എൻ്റെ അടുത്ത്, വന്ന് നോക്കൂ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാൻ ചേട്ടാ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ചെയ്തതാണ്. ഫസ്റ്റ് ഫിലിം തൊട്ടിട്ട് ഇപ്പം ലാസ്റ്റ് ചെയ്തത് റിലീസായത് കുറുക്കനാണ്. അതുവരെയുള്ള ഒരു ജേണിയുടെ എക്സ്പീരിയൻസ്. അത് ഫസ്റ്റ് ഫിലിമിൽ എത്തുമ്പോൾ നമ്മളൊന്നും അറിയണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടം വരെ എത്തുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തരിൽ നിന്ന് ഓരോ കാര്യങ്ങൾ നമ്മൾ ഗെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഓരോ മൂവിയും ഓരോരുത്തരെ കാണുമ്പോഴും അത് ഓരോരോ സ്റ്റെപ്പാണ്. എന്താ പറയുക, അതിനു മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ വേൾഡായിട്ട് യാതൊരു എക്സ്പോഷറും എനിക്ക് ഉണ്ടായിട്ടില്ല. സ്കൂളിൽ നിന്ന് വീടിന്ന് സ്കൂള്, അത് കഴിഞ്ഞ് കോളേജിൽ നിന്നുള്ള അല്ലാതെ ഞാനൊരു റിസർവ്ഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് കൂടെ ഐ വാസ് നോട്ട് റെഡി ടു മിങ്കിൾ വിത്ത് എനി വൺ. എൻ്റെ ഫാമിലിയിൽ ആ ഒരു സർക്കിൾ അല്ലാതെ കൂടിപ്പോയ 1-2 ഫ്രണ്ട്സ്, പിന്നെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരെയും അറിയാം. അതല്ലാതെ ഐ വാസ് ലിറ്ററലി നോട്ട് റെഡി. ഞാൻ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടില്ലല്ലോ. അത് അല്ലാതെ എന്താ പറയുക, ഡാൻസ് ക്ലാസ് പോയിരുന്നു. ഡാൻസ് ക്ലാസ്സിലുള്ള കുറച്ച് പിള്ളേരും അറിയാമെന്നല്ലാതെ എനിക്ക് വേറെ ആരും അറിയില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കുറേ ആൾക്കാരെ കാണുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആക്ച്വലി എൻ്റെ ക്യാരക്ടർ വൈസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു
സഫോക്കേഷൻ ആയിരുന്നു. എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഇത്രയും കാലം ഞാൻ ഇങ്ങനെ ഒരു കുട്ടിയായിരുന്നിട്ട് പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ അയ്യോ എന്താ എന്നുള്ളൊരു ഓവർവെൽമിങ് ഫീലാണ്. കാരണം കുറേ അതും സ്റ്റാർസിനൊക്കെയാണ് കാണുന്നതും. അപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ആലോചിച്ചിട്ടില്ലല്ലോ പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ ഇവരെല്ലാം കാണാൻ പറ്റുക എന്നുള്ളതും അഭിനയിക്കാൻ പറ്റുക എന്നുള്ളതൊന്നും. അപ്പോൾ ടച്ച് വുഡ് ആദ്യം തന്നെ അതൊരു ബ്ലെസ്ഡ് ഇതായിട്ട് ഞാൻ എടുക്കുകയാണ്. കാരണം എത്രയോ പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എനിക്കത് ചെയ്യാൻ ഉള്ളൊരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ഇത്രയും മൂവീസ് എങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുക, ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഓരോ ഈ പറഞ്ഞ പോലെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും ഓരോ പുതിയ ആൾക്കാരെ കാണുമ്പോഴും അത് ആർട്ടിസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ ആരും ആവട്ടെ, ഏതൊരു പ്രൊഫഷണലുള്ള ആളാവട്ടെ, അവരിലെല്ലാവരിലും ഒരു ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യവും ഉണ്ട് അവരിൽ. അപ്പം അതെല്ലാം ഞാൻ കാണുന്നുണ്ട്. നമുക്ക് വേണ്ടത് നമ്മൾ നല്ല രീതിയിൽ എടുക്കുക, പഠിക്കുക, അങ്ങനെ അങ്ങനെ പോകുന്നു. ഡാൻസ് ക്ലാസ്സിന് പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ? എത്ര വയസ്സൊരു ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്? ഞാൻ 3 വയസ്സ് തൊട്ട് എന്നെ ചേർത്തിയതാണ് അച്ഛനും അമ്മയും കൂടെ. ഭരതനാട്യം പഠിച്ചു തുടങ്ങിയതാണ്. അതും ഈ പറഞ്ഞ പോലെ എൻ്റെ ഓൺ ഇൻട്രസ്റ്റിലൊന്നുമല്ല. 3 വയസ്സിലോ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ ജനിക്കുമ്പോൾ തൊട്ട് ഡാൻസുള്ള പേര്. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല എനിക്ക്. പക്ഷെ അത് വളരെ നല്ലൊരു കാര്യമായിരുന്നു എനിക്ക്. ഇറ്റ് ഹാസ് റിയലി ഹെൽപ്പ് മീ എ ലോട്ട്. എന്താ പറയുക, ഡാൻസിനോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് എനിക്ക് ആഫ്റ്റർ കമ്മിങ് ടു മൂവീസിലാണ് എനിക്ക് മനസ്സിലായത്. കാരണം അതിന് ശേഷമാണ് ഞാൻ കുറച്ചും കൂടെ സ്റ്റേജ് ഷോസൊക്കെ വന്നപ്പോൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയതും. അപ്പോൾ അങ്ങനെ ചെയ്താണ് എനിക്ക് ഇത്രയും ഇഷ്ടമായിരുന്നു ഡാൻസ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എല്ലാവരും നല്ലത് പറയും ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ബേസ് എന്ന് പറയുന്നത് ഞാൻ അപ്പോൾ ചെറുപ്പം മുതലേ പഠിച്ചതിൻ്റെ ഒരു ഗുണമാണ്. കാരണം അതിലും മടിയായിരുന്നു എനിക്ക് ചെറുപ്പത്തിൽ പഠിക്കാൻ തുടങ്ങി. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്യുന്നു പറയും ടീച്ചേഴ്സൊക്കെ, പക്ഷേ പ്രാക്ടീസോ കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു കുട്ടിയല്ല. അതായത് അച്ഛനമ്മയും കൊണ്ട് ചേർത്തിയതാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് വീട്ടിൽ പോയാൽ മതി. ആ വയസ്സിലൊക്കെ പിന്നെ എന്തുട്ടാ പറയുക. അപ്പോൾ ആ രീതിയിലായിരുന്നു. പക്ഷേ ഡാൻസും മൂവീസും ഒരേപോലെ എനിക്കിഷ്ടമാണ്. ഇപ്പോഴും സ്റ്റേജ് ഷോസ് വരുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. അത് തരുന്നൊരു വൈബ് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല, വേറൊരു വൈബാണ്. യെസ്. ഡാൻസ് ഇപ്പോൾ ഏതൊക്കെ? ഭരതനാട്യം, കുച്ചിപ്പുടി, അങ്ങനെ കുറേ? ഇല്ല, ഞാൻ ഭരതനാട്യമാണ് പഠിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് വേറെ ഞാൻ പോയില്ല. പിന്നെ എനിക്ക് വെസ്റ്റേൺ ഇഷ്ടമായി. അങ്ങനെ അത് രണ്ടും, അതായത് ബോളിവുഡ് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. ഒപ്പം ഭരതനാട്യം ഞാനിപ്പോൾ ചെയ്തിട്ട് കുറച്ചായി. പക്ഷേ ഉള്ളിൽ ആഗ്രഹമുണ്ട് നല്ലൊരു സ്റ്റേജ് കിട്ടിയാൽ എനിക്ക് ചെയ്യണം എന്നുള്ളത്. ചെയ്യാൻ കൂടുതൽ കംഫർട്ടബിൾ ഏതാ? ഭരതനാട്യമാണോ വെസ്റ്റേൺ ആണോ? കംഫർട്ട് നമുക്ക് ചെയ്യുമ്പോൾ ഒരു 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്നുള്ള രീതിയിൽ അത് രണ്ടിലും നമുക്ക് വേണമല്ലോ. ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ലൈക്ക് ചിലർക്ക് വെസ്റ്റേൺ ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക, ചിലർക്ക് കണ്ടംപററി ആയിരിക്കും. ഓക്കെ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ കൂടുതൽ ചെയ്യുന്നത് ബോളിവുഡും വെസ്റ്റേണും ആണ്. അതാ ഞാൻ പറഞ്ഞത്, ഭരതനാട്യം ഇപ്പം ചെയ്തിട്ട് കുറച്ചായി. പക്ഷെ പഠിച്ച് തുടങ്ങിയത് അതിലാണ്. അതുകൊണ്ട് എനിക്ക് രണ്ടിലൊരെണ്ണം ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടഫ്. ഇപ്പോൾ ഭരതനാട്യം ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് മാത്രം. പക്ഷേ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ചും കൂടെ ഇൻപുട്ട് കൊടുത്ത് അല്ലെങ്കിൽ ടൈം എടുത്ത് പഠിച്ച് തറവൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം, കുറച്ച് സമയം കൂടുതൽ കൊടുക്കേണ്ടി വരിക ക്ലാസിക്കൽ ഡാൻസിനായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. മറ്റേത് ടൈം കൊടുക്കേണ്ടതെന്നല്ല, എനിക്ക് വേഗം ക്വിക്കായിട്ട് പഠിച്ചെടുത്ത് മൈ ഓൺ ആ ഒരു ഗ്രൂവിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഭരതനാട്യം നമ്മൾ കുറച്ചും കൂടെ ആ ഒരു എന്താ പറയുക, ഇപ്പം ഞാനൊരു അമ്പലത്തിൽ അങ്ങനെ ചെയ്തപ്പോൾ ആ ഒരു ചിട്ടയോടുകൂടെ ചെയ്തത്, ലൈക്ക് ഫാസ്റ്റിംഗ് ഒക്കെ നടത്തി എല്ലാം കഴിഞ്ഞ് ഇത്ര ദിവസം നമ്മൾ അത്രയും ദിവസം ഇപ്പോൾ ശബരിമലയ്ക്കൊക്കെ പോകുന്ന പോലെ അതേപോലെ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്തൊരു പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഭരതനാട്യം കുറച്ചും കൂടെ ഇൻപുട്ട് കൊടുക്കണം എന്നെനിക്ക് തോന്നാറുണ്ട് ക്ലാസിക്കലിൽ. ഇപ്പോൾ ആക്ട് ചെയ്ത് കുറേ നല്ല നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ ആക്ട് ചെയ്തപ്പോൾ ആരുടെ കൂടെ ചെയ്തപ്പോഴാണ് ഒരു കംഫർട്ടബിലിറ്റി 100% കംഫർട്ടബിലിറ്റി അല്ലെങ്കിൽ എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ 100% കിട്ടിയത് പറയുന്നത് ആരുടെ കൂടെ ആയിരിക്കും? സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സൂപ്പർ സ്റ്റാർസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ആക്ടേഴ്സിനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മൾ കേട്ടറിവ് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര ജാടയായിരിക്കും, അയ്യോ ഒരു പേടിപ്പിക്കും, ചീത്ത പറയും എന്നുള്ളതൊക്കെയാണ്. പക്ഷേ നമ്മൾ സെറ്റിൽ പോകുമ്പോൾ മമ്മൂക്കി ആവട്ടെ, സുരേഷ് ഏട്ടനാവട്ടെ, എല്ലാവരും, ലാലേട്ടനും എല്ലാവരും നമ്മളെ കംഫർട്ടബിൾ ആക്കുക ഒരു ഫസ്റ്റ്. അതായത് അവരുടെ നടന്നു വരുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് എണീറ്റ് പോകുമെന്നുവെച്ചാലും ആ സ്പോട്ടിൽ ഷൂട്ടിംഗ് ടൈമിൽ അവരെല്ലാവരെയും എന്താ പറയുക തമാശ പറഞ്ഞും അല്ലെങ്കിൽ കൗണ്ടർ അടിച്ചൊക്കെ നമ്മളെ കംഫർട്ട് ആക്കും. എങ്ങനെയും നമ്മൾ അവരുടെ പെരുമാറ്റം കാണുമ്പോൾ നമ്മൾ അയ്യോ ഇത്ര പാവമായിരുന്നു, അയ്യോ ഇത്ര ഇന്നസെൻ്റ് ആയിരുന്നു എന്ന് നമ്മൾ തോന്നിപ്പോകുന്ന രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്.
അപ്പോൾ പലരും അപ്പോഴും പറയും പണ്ടിങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാർ മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ ഒക്കെ ഇവരുടെ കൂടെ ഒക്കെ ചെയ്യാൻ പറ്റുമ്പോൾ അവരെനിക്ക് ഭയങ്കര രസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയും ഹമ്പിളാണോ, ഡൗൺ ടു എർത്ത് പേഴ്സണാലിറ്റീസ് ആണല്ലോ, ഇവരെയാണല്ലോ മറ്റുള്ളവരൊന്നും അറിയാത്തവരിങ്ങനെ പറയുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എല്ലാവരും രസകരമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. നീ ഏതെങ്കിലും ഒരു ആക്ടറിന്റെ കൂടെ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആളുടെ കൂടെ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആക്ട്രസ്? ഞാൻ എല്ലാവരുമായിട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഞാനിവിടെ അങ്ങനെ ഇങ്ങനെ എനിക്ക് തുടങ്ങി ഭയങ്കര ആഗ്രഹം, ഡ്രീം എന്ന് പറയില്ലേ, നമ്മൾ ഒരാളെ കൂടെ ചെയ്യണം, ഇപ്പൊ ലാലേട്ടന്റെ കൂടെ അല്ലെങ്കിൽ മമ്മൂക്കയുടെ കൂടെ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആക്ടർ ഓക്കെ. അല്ലെങ്കിൽ ആക്ടർ ഓർ ആക്ട്രസ് ആരായാലും കുഴപ്പമില്ല. എനിക്കിപ്പോ മലയാളത്തിലാണോ, ഏത് ഫിലിമിലെ ഏത് ഇൻഡസ്ട്രിയിലായാലും എനിക്ക് എല്ലാവരുമായിട്ട് ചെയ്യാൻ പറ്റിയ അത്രയും സന്തോഷം. കാരണം ഞാൻ നിർത്തിയിട്ടില്ല. ഞാൻ ഐ ഹാവ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഇപ്പൊ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ലൈക്ക് ഒരു അറ്റ് എ ടൈം മമ്മൂക്കയുടെ മോളായിട്ടും ലാലേട്ടന്റെ വൈഫായിട്ടും ചാൻസ് കിട്ടിയെന്ന് വിചാരിക്കുക, അപ്പൊ എന്ത് ചെയ്യും അറ്റ് എ ടൈം? അയ്യോ, അവരുടെ അടുത്ത് ഡേറ്റ് രണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരുമെന്ന് ചോദിക്കും. എന്നിട്ട് രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് 2-3 ചെന്ന് ചെയ്യണം. അങ്ങനെ ചെയ്യണമെന്നല്ലേ. പിന്നെ ഡാൻസിലൂടെ വളർന്നു വന്നു, അതുപോലെ ഇപ്പോൾ ആക്ടിംഗ് ഉണ്ട്, അതിൻ്റെ ഒപ്പം എഡ്യൂക്കേഷൻ പാരലായിട്ട് കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ഉണ്ടോ? ഞാൻ എഡ്യൂക്കേഷൻ എപ്പോൾ വിട്ടതാന്ന് എനിക്കറിയില്ല. ഞാൻ ലിറ്ററേച്ചറാണ് ചെയ്തത്. അതിന് BA ലിറ്ററേച്ചർ ചെയ്തു. അതിന് ശേഷം ഞാൻ പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല. ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ? ഇടയ്ക്ക് ഇങ്ങനെ തോന്നും വേറെ എന്തെങ്കിലും ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളത് തോട്ട്സ് എപ്പോഴും ഉണ്ട്. ബട്ട് പ്രാക്ടിക്കലി അത് അങ്ങോട്ട് പോകുന്നില്ല. ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന വർക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഒരു ടേണിങ് അങ്ങോട്ട് ഇൻപുട്ട് കൊടുത്തിട്ടില്ല അങ്ങോട്ട്. മേ ബി ഇൻ സം ടൈം എപ്പോഴെങ്കിലും ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് കോഴ്സ് പഠിക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, പ്ലാൻ ഉണ്ടോ? അല്ലെങ്കിൽ എനിക്ക് ഇന്നത് പഠിക്കണം അങ്ങനെ ഒരു പ്ലാൻ? വിസ്കോം ഒക്കെ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. ഓക്കെ, നോക്കാം എങ്ങനെയാണ് ചെയ്തു പോകാനല്ലേ. അത്യാവശ്യം വൈറലായിട്ട് ഫോട്ടോഷൂട്ടായിരുന്നു, മറ്റു പറക്കാട്ടിൽ വെച്ചിട്ടുള്ളൊരു നൈറ്റി ഫോട്ടോഷൂട്ട്. അതിനൊരുപാട് നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോടൊക്കെ പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു? അത് എഫക്ട് ചെയ്തു? ഒട്ടും ബോദർ ചെയ്തിട്ടില്ല. കാരണം ഞാൻ ചെയ്തത് എന്താണെന്ന് എനിക്കറിയാം. ലൈക്ക് എൻ്റെ ഒരു ക്ലോസ് ഫാമിലി പോലെ കാണുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫോട്ടോഷൂട്ട് ചെയ്തത് അവരാണ് ആക്ച്വലി. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അതിൻ്റെ മുൻപത്തെ ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ആദ്യമായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണത്. ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ അത് വൈറലായ സംഭവം എന്ന് പറഞ്ഞാൽ ലെങ്തി വീഡിയോയിൽ ഒരേ ഒരു ക്ലിപ്പിംഗ് മാത്രം എടുത്ത് അവർ സൂം ഇൻ സൂം ഔട്ടൊക്കെ ചെയ്തിട്ടാണ് അത് അത്രയും വൈറലായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലുള്ള എല്ലാം ഓഡിയൻസ് തന്നെയാണ് അത് വൈറലാക്കി തന്നത്. അപ്പോൾ അത് ഐ വാസ് നോട്ട് റിയലി ബോതേർഡ്. അത് അവർക്കത് ഇഷ്ടപ്പെട്ടു, അതവർ വൈറലാക്കി. ഓക്കെ. അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമൻസ് വരും, ഒരുപാട് പേര് കുറ്റപ്പെടുത്തും. അതൊക്കെ എപ്പോഴെങ്കിലും ലൈഫിൽ ഇപ്പോൾ തുടക്കത്തിലെങ്കിൽ എന്ന രീതിയിൽ എപ്പോഴെങ്കിലും എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ മനസ്സിങ്ങനെ അയ്യോ വേണ്ടായിരുന്നു, ഇതിടണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് ഇടുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇനീഷ്യലി എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഇപ്പോഴല്ല, എന്താ പറയുക, കുറച്ച് കാലങ്ങൾക്കൊക്കെ മുമ്പ് ഈ സെൻസിറ്റിവിറ്റി കൂടുതലുള്ള ടൈം എന്ന് പറയുന്ന പോലെ. ഇപ്പോഴും സെൻസിറ്റീവ് ഒക്കെ തന്നെയാണ് എല്ലാവരും. എനിക്ക് കണ്ടെടുത്തോളം ആർട്ടിസ്റ്റിനെ സ്പെഷ്യലി പറയുകയാണ്, ഈ ആക്ടേഴ്സ് എല്ലാവരും സെൻസിറ്റീവ് ആണ്. അത് എനിക്ക് തോന്നുന്നു പലർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അവർ സെൻസിറ്റീവ് ആവാതെ എനിക്ക് തോന്നുന്നു ഇമോഷൻസ് ഇങ്ങനെ മാറി മാറി തരാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ സെൻസിറ്റീവാണ്, പക്ഷേ ചില സ്ഥലങ്ങളിൽ നമ്മളറിയാതെ ബോൾഡായി പോവും. ഇപ്പം എൻ്റെ ബോൾഡ്നെസ് എന്ന് പറയുന്നത് ഇപ്പോൾ ചിലപ്പോൾ മറ്റൊരാൾക്ക്, ഇപ്പോൾ ഗോപികയ്ക്ക് ഉള്ളൊരു ബോൾഡ്നെസ് വേറെ ആയിരിക്കും, എനിക്കുള്ളത് വേറെ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണല്ലോ. ഇതിപ്പോൾ എഫക്റ്റ് ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ ഇനീഷ്യലി എപ്പോഴും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എനിക്ക് അയ്യോ അങ്ങനെ എന്തെങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതായത് ഇത്രയും ഒരു ഇൻസ്റ്റഗ്രാമിൽ വേഴ്സ് സിറ്റുവേഷൻ ആവുന്നതിന് മുമ്പ്. അപ്പോൾ പിന്നെ ഞാൻ അത്ര ബോധേഡായി തുടങ്ങിയില്ല. അത് ഞാൻ വിട്ടു. കാരണം നമ്മൾ എന്ത് ചെയ്താലും ദേ ആർ സെയിങ് വാട്ട് എവർ ദേ വോണ്ട്. നമുക്ക് എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ പറ്റില്ല, എല്ലാവരും ഹാപ്പി ആക്കാൻ പറ്റില്ല. ഞാൻ ഇഫ് ഐ ആം ഓക്കെ വിത്ത് വാട്ട് ഐ ആം ഡൂയിങ്, എൻ്റെ ഫാമിലി ഓക്കെ ആണെങ്കിൽ അത്രയും ഞാൻ ആലോചിക്കുന്നുള്ളൂ. എനിക്കതിൽ എന്തെങ്കിലും എന്താ പറയുക ഗിൽറ്റി ഫീലിംഗ് ഉണ്ടോ വാട്ട് ഐ ഹാവ് ഡൺ എന്നുള്ളതിൽ, അത്രയും ഞാൻ നോക്കുള്ളൂ. അങ്ങനെ ഒരു ഫീലിംഗ് എനിക്കുണ്ടെങ്കിൽ ഐ വോണ്ട് ഡു ദാറ്റ്. അതിന് നോ പറയും, അത്രേ ഉള്ളൂ. ഞാൻ ഓക്കെ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക്
ഫൈൻ. ഞാൻ എനിക്ക് തോന്നുന്നു വേറെ എൻ്റെ പോലെ വേറെ ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഐ ഹാവ് ഫേസ് നത്തിങ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അത്ര വലിയ ബോധേഡല്ല ആൾക്കാർ പറയുന്നത്. എന്നെ അറിയുന്നവർക്ക്, പേഴ്സണലി അറിയുന്നവർക്ക് അറിയാം ഞാൻ ആരാണ്, ഞാൻ എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോൾ പുറമേ വേറൊരാൾ പറയുന്ന, എന്നെ അറിയാത്ത ആൾക്കാർ പറയുന്നത് വെച്ച് ഞാൻ അയ്യോ അത് ആ കമൻറ്റ് കണ്ട് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. അവർക്ക് എന്നെ അറിയില്ല. അവരുടെ ഇമാജിനേഷനിലാണ് അവർ ഓരോരുത്തർ പറയുന്നത്. അവരുടെ കൾച്ചറാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ സെയിം അത് അങ്ങോട്ട് കൊടുക്കാൻ നിൽക്കാറില്ല. ഞാനത് അവിടെ ഇട്ട് എൻ്റെ കാര്യം നോക്കി ഞാൻ പോവാം. ഇപ്പം ഫസ്റ്റ് ഫിലിമിൽ വരുന്ന സമയത്ത് സിനിമേനെ കുറിച്ചിട്ട് ഒരുപാട് മിഥ്യാധാരണകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ പാരൻസിന് വിടാനായിട്ടൊരു പേടി നമുക്ക് പലപ്പോഴും നമ്മളിങ്ങനെ വരുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും. എന്താണ് അവസ്ഥ, അല്ലെങ്കിൽ പാരൻസിനായാലും അവിടെ എന്താ നടക്കുന്നതെന്നുള്ളത് അറിയാനായിട്ടൊരു ജിജ്ഞാസ ഉണ്ടാവും. അപ്പോൾ ആ പാരൻസിന് അങ്ങനെ പേടിയായിരുന്നോ അതോ പാരൻസ് സപ്പോർട്ടിങ് ആയിരുന്നോ? ഇല്ല, പാരൻസിന് പേടിയൊന്നും ഉണ്ടായില്ല. സത്യം പറഞ്ഞാൽ എനിക്കായിരുന്നു മുമ്പൊക്കെ ഓഫേഴ്സ് വന്നപ്പോൾ ഞാനായിരുന്നു നിഗ്ലക്ട് ചെയ്തിരുന്നത്. ഇല്ല എനിക്ക് ചെയ്യേണ്ട, ബിക്കോസ് ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും നാണുകുണിയായിരുന്നു പണ്ട്, റിസർവ്ഡ് ആയിരുന്നു. അപ്പോൾ ആൾക്കാരെ ഫേസ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു. ഈവൻ എൻ്റെ റിലേറ്റീവ്സ് വന്നാലും അമ്മയും അച്ഛനും പറയാറുണ്ട്, ഒരു ഹായ് പറഞ്ഞിട്ട് ഞാൻ റൂമിൽ പോയിരിക്കുന്ന ആളാണ്. അപ്പോൾ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും അച്ഛനോ അമ്മയ്ക്കും ഉണ്ടായിട്ടില്ല. കാരണം അവർക്ക് താല്പര്യമായിരുന്നു. എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റിക് ലെവലിൽ അല്ലെങ്കിൽ ഇങ്ങനെ ആർട്ട് രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോഴും എവിടെയെങ്കിലും പോവാണ് അല്ലെങ്കിൽ വർക്കിനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ട്രിപ്സും അങ്ങനെ എല്ലാത്തിനും ആരെങ്കിലും ഒരാൾ എൻ്റെ കൂടെ ഉണ്ടാവും. അല്ല അങ്ങനെ കൂടെ ആരും ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ പോകുന്ന സ്ഥലം അത്രയും സെക്യൂർഡ് ആണ്. അവർക്ക് എൻ്റെ പാരൻസിന് അറിയുന്ന ഒരു ഏരിയ ആണ്. എന്നെ ടേക്ക് കെയർ ചെയ്യാൻ അവിടെ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് വരുത്തിയിട്ടായിരിക്കും എന്നെ അവിടെയൊക്കെ വിടുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വലിയ ടെൻഷനില്ല, അവർ കൂടെ ഉണ്ട്. എനിക്കും വലിയ ടെൻഷനില്ല. പിന്നെ എന്താണ് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ചോദ്യം ചോദിച്ചതനുസരിച്ച് ഇവിടെ എന്താ നടക്കുന്നത്, ഇവിടെ ഷൂട്ടിംഗ് ആണ് നടക്കുന്നത്. ബാക്കി എല്ലായിടത്തും എന്താ പറയുക, മീഡിയ ഫ്രണ്ടിലില്ല. ഇവിടെ മീഡിയ ഫ്രണ്ടിലുണ്ട്, ക്യാമറ ഫ്രണ്ടിലുണ്ട്. അതുകൊണ്ടാണ് പലരും പല കാര്യങ്ങളും ഇങ്ങനെ ഓരോന്ന് പറയുന്നതും ഒരു പേടിയും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്തൊന്നും ആർക്കും, എല്ലാവരും ഭയങ്കര സ്റ്റേൺ ആണ്, ഭയങ്കര എന്താ പറയുക, എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഇൻഡസ്ട്രിയിലേക്ക് വരാനുമാണ്. ആൻഡ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്സസിബിൾ ആയി കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഫോട്ടോ ഇട്ടാൽ മതി, ഒരു റീൽ ഇട്ടാൽ മതി, അത്രേ ഉള്ളൂ. ആരും അത്ര വലിയ വറി ചെയ്യുന്നില്ല. പിന്നെ നമ്മളെങ്ങനെയാണോ അതനുസരിച്ചിരിക്കും നമ്മുടെ അടുത്ത് പെരുമാറുന്ന എന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്, ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളതും. നമ്മൾക്ക് നോ പറയേണ്ട അടുത്ത് നോ പറയുക എന്നുള്ളൊരു ഇതുണ്ട്. അത് പറയുകയാണെങ്കിൽ ഓൾ ഗുഡ്. ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ വുമൺ ദർ വിൽ ബി എ മാൻ എന്ന് പറയില്ലേ, ലൈക്ക് ബ്രദറോ ഫാദറോ അങ്ങനെ പറയാൻ പറ്റിയ ഒരാൾ ലൈഫിൽ എൻ്റെ വുമൺ ആയിരിക്കും എൻ്റെ അമ്മ. അമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. ഡെഫിനറ്റ്ലി. ഞാൻ മുമ്പത്തെ ഇന്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അമ്മയാണ് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുക, എൻ്റെ എല്ലാം നോക്കുന്നത് അമ്മ തന്നെയാണ്. എൻ്റെ ഫ്ലോസും അറിയാം, എൻ്റെ പോസിറ്റീവ്സും അറിയാം. അപ്പോൾ അമ്മ ഇസ് മൈ സ്റ്റൈലിസ്റ്റ്, അമ്മ ഇസ് മൈ മേക്കപ്പ് ആർട്ടിസ്റ്റ്, അമ്മ ഇസ് മൈ ഡയറക്ടർ, പ്രൊഡ്യൂസർ, എന്താ പറയുക, മാനുഫാക്ചറർ, എല്ലാം കൊണ്ടും അമ്മ തന്നെയാണ്. പ്ലസ് അച്ഛനും അനിയനും ഇല്ല എന്നല്ല പറഞ്ഞേ, ബട്ട് ആ ഒരു ബോണ്ട് എനിക്ക് കൂടുതൽ വൈബായിട്ടുള്ള അമ്മയായിട്ടായിരിക്കാം. അമ്മയ്ക്ക് എല്ലാം അറിയാം. അപ്പോൾ എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയ മോർ ഓഫ് ലൈക്ക് എ ഫ്രണ്ടാണ്. എല്ലാവരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഹൂ ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇൻഡസ്ട്രിയിൽ എന്നുള്ളത്. ഇൻഡസ്ട്രിയിൽ എനിക്ക് അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല. നോർമലിയും അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ എനിക്ക് അങ്ങനെ ആരുമില്ല. എനിക്ക് കുറച്ച് എന്താ പറയുക, ബേസിക് കാര്യങ്ങൾ ഞാൻ നോക്കുന്ന ഒരാളാണ്. ലൈക്ക് കുറച്ച് കൂടുതൽ ലോയാലിറ്റി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന പോലെ തന്നെ ജെനുവിൻ ആയിരിക്കുക എന്ന് പറയുക, അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് കൂടുതലാണോ പലർക്കും ചോദിക്കുമ്പോൾ അറിയില്ല എനിക്ക്, ഫ്രം മൈ സൈഡ്. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ വേറൊരാളുടെ അടുത്ത് ചെന്ന് പറയാതെ, അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഈ ബിഹൈൻഡ് ബിച്ചിങ്ങും കാര്യങ്ങളൊന്നും, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഏറ്റവും സേഫ് പ്ലേസ് എന്ന് പറയുന്നത് എൻ്റെ അമ്മേനെയാണ്, എൻ്റെ ഫാമിലിയാണ്. അപ്പോൾ യെസ്. ദ ബെസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ് യു ഹാവ് എവർ റിസീവ്ഡ്? എനിക്ക് തോന്നുന്നു അത് കുറേ പേര് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയിലുള്ളവരും എന്താ പറയുക, പുറമെ ജസ്റ്റ് ഒരു സ്ട്രേഞ്ചേഴ്സ് ആവട്ടെ, സ്ട്രേഞ്ചേഴ്സും ചിലർ നല്ല കാര്യങ്ങൾ കുറേ ഇങ്ങനെ പറഞ്ഞു തരും. പൊതുവെ എനിക്ക് അഡ്വൈസ് അങ്ങനെ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളല്ല, പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. അത് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എപ്പോഴും എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടുന്നത് തന്നെയാണ്. കാരണം ഐ ട്രസ്റ്റ് ഓൺ ദം, അവർക്ക് എന്നെയും വിശ്വാസമാണ്. അപ്പോൾ
ആ ഒരു വൈബ് സെറ്റിംഗ് ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് മനസ്സിലാക്കിയിട്ട് പറയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ ഡെപ്ത്ഫുൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമ്മളായിട്ട് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എന്നെ മോർ ഓഫ് ദാൻ അഡ്വൈസിങ് എനിക്ക് കാണിച്ചു തരില്ല. നമ്മളിപ്പോൾ അച്ഛനമ്മമാരെ കണ്ടാൽ പഠിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യം കണ്ട് പഠിക്കുന്നതാണ് എനിക്ക് സോ ഫാർ വാട്ട് ഐ ആം റൈറ്റ് നൗ. അപ്പോൾ നോ പറയാൻ ഇപ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ അതിന് പഠിച്ചിട്ടില്ല. പക്ഷെ പഠിച്ചു വരുന്നു. ഒരു അഡ്വൈസായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. ബട്ട് ദെൻ നമ്മളായിട്ടിരിക്കുക, ആർക്കും വേണ്ടി നമ്മളുടെ ഒരു ക്യാരക്ടർ ചേഞ്ച് ആവാതിരിക്കുക എന്നുള്ളൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട് പലരും. വീട്ടിൽ നിന്നായാലും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സ്ട്രേഞ്ചേഴ്സും അത് സെയിം ഒരു ഇത് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അതന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു നല്ലൊരു അഡ്വൈസ് ആയിട്ട് കുറേ കിട്ടിയിട്ടുണ്ട്. ഓർത്തിരിക്കുന്നത് ഇതാണ്. ലൈഫിൽ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ് എന്ന് പറയാൻ എന്തായിരിക്കും? ഇത്രയും കാലം ഓരോന്ന് എനിക്ക് നടന്നതും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഐ ഫീൽ ബ്ലെസ്ഡ്. ആദ്യം തന്നെ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഇത്രത്തോളം എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് സന്തോഷമുണ്ട്. പിന്നെ ഓരോ മൊമെൻറ്റും വെൻ ഐ സീ മൈ പാരൻസ് ഹാപ്പി ബിക്കോസ് ഓഫ് മീ, എനിക്കത് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ആരെങ്കിലും ചെയ്ത വർക്കിന് നല്ലത് പറയുമ്പോൾ ദാറ്റ് മേക്സ് മീ ഹാപ്പി. അതൊരൊറ്റ മൂമെൻ്റ് ആയിട്ട് എനിക്ക് പറയാൻ അറിയില്ല, ഒരുപാട് മൂമെൻറ്റ്സ് ഉണ്ട്. ആൻഡ് വലിയ വലിയ കാര്യങ്ങളൊന്നല്ല, എനിക്ക് ചെറിയ ലിറ്റിൽ തിങ്സ്, ഐ ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ദി വെരി ലിറ്റിൽ തിങ്സ്. അത് ഇപ്പോൾ ഓരോ ദിവസത്തിൽ ഇപ്പോൾ ഒരാൾ ബീങ് കൈൻഡ്, എൻ്റെ അടുത്തെന്നല്ല, ഞാൻ ഇപ്പോൾ റോഡ് സൈഡിൽ പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ അപ്പുറത്തെ ഒരാളുടെ അടുത്ത് ബീങ് കൈൻഡായിട്ട് കാണുകയാണെങ്കിൽ ഐ ഗെറ്റ് എ സ്മൈൽ ഓൺ മൈ ഫേസ്. ബിക്കോസ് ഞാൻ അതാണ് സീക്ക് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ചുറ്റുപാടും എനിക്ക് അത്രയും കൈൻഡ്നെസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് വെൻ ഐ സീ ദാറ്റ് ഐ എം റിയലി ഹാപ്പി. ലൈഫിൽ വേഴ്സ്റ്റ് ആയിട്ട് തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു മൊമെൻ്റ് ഉണ്ടോ? ലൈക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരു സ്ട്രഗ്ലിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ലൈഫിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും എല്ലാവരും. അപ്പം അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ പറയാൻ പറ്റുമോ? സ്ട്രഗിൾസ് എല്ലാവർക്കും ഉണ്ട്. അതിപ്പോൾ ഞാൻ പറയുമ്പോൾ അത് എത്രത്തോളം മറ്റൊരാൾക്ക് അത് ഏൽക്കും മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. പിന്നെ അവനവൻ്റെ സ്ട്രഗിൾസ് അവരവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ എന്താ പറയുക, എല്ലാവരും പറയും, ഇപ്പോൾ ഒരു കോൺവെർസേഷൻ വരികയാണെങ്കിൽ നിനക്കറിയില്ല ഞാൻ എന്തൊക്കെയാണ് കടന്നു പോകുന്നത്, ഇതേ ആൾ അപ്പുറത്തും പറയും. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അവരുടെ ഓൺ ഡെപ്ത് അവർ ഉള്ളിലുള്ളത് എന്ന് മനസ്സിലാക്കണം എന്നില്ല. പക്ഷേ വേഴ്സ്റ്റ് തിങ് അത്ര കാര്യമായിട്ട് ഞാൻ ഉണ്ടായിട്ടുള്ളത് ഞാൻ അത്ര കാര്യമായിട്ട് ഇങ്ങനെ പറയാറില്ല. സ്റ്റിൽ സ്ട്രഗ്ലിംഗ് തന്നെയാണ്. നമുക്ക് ഇനി അങ്ങോട്ടുള്ളതിലോ ഇനി ഫുൾ കയറ്റാണേ എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് നാളത്തെ ദിവസം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരല്ലല്ലോ നമ്മൾ. അപ്പോൾ എല്ലാം ഉണ്ടാവും. അത് നമുക്ക് ഫേസ് ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് സ്ട്രഗിൾസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി സ്ട്രഗിൾ ചെയ്ത് എന്താ പറയുക, അതിലൂടെ തുഴഞ്ഞു പോവുക എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രൊജക്റ്റ്, അല്ലെങ്കിൽ എനിക്ക് ഒരു നല്ലൊരു ക്യാരക്ടർ, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ കൊള്ളാമായിരിക്കും എന്ന് തോന്നുന്ന ഒരു ക്യാരക്ടർ? അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടില്ല. ഞാൻ ഈ അടുത്ത് കൂടെ പറഞ്ഞു വേറെ ചോദിച്ചപ്പോൾ, ഐ നീഡ് ടു എക്സ്പ്ലോർ മൈസെൽഫ് ത്രൂ ക്യാരക്ടേഴ്സ്. നല്ല നല്ല ക്യാരക്ടേഴ്സ്, വെറൈറ്റി ആയിട്ടുള്ളത്, സെയിം പാറ്റേൺ അല്ലാതെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. മലയാളത്തിലോ തമിഴിലോ തെലുങ്കിലോ ഏതിലായാലും നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ ഐ ഗോ ഫോർ ഇറ്റ്. ഇപ്പോൾ മലയാളത്തിലും തമിഴിലല്ലേ ചെയ്തിട്ടുള്ളത് കറൻറ്റ്ലി? ബാക്കിയുള്ളതിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലിങ്ങനെ അല്ലെങ്കിൽ ഒരു ആക്ടറിൻ്റെ കൂടെ ആക്ട് ചെയ്യണം, വേറെ മലയാളത്തിനും തമിഴിനും പുറത്ത് വേറെ ഒരു ആക്ടറിൻ്റെ കൂടെ ആക്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ആക്ടർ പറയും? ഷാറുഖ് ഖാൻ. ഹിന്ദി. നാച്ചുറലി ഇൻട്രോവേർട്ടഡ്, സെലക്റ്റീവ്ലി എക്സ്ട്രോവേർട്ടഡ്, അതെന്താ അങ്ങനെ? അതങ്ങനെയാണ്. ഞാൻ നാച്ചുറലി ഇൻട്രോവേർട്ടഡ് ആണ്. പക്ഷേ ഇൻട്രോവേർട്ട്സ് എന്ന് പറയുന്ന ആൾക്കാർ എന്താ പറയുക, അവരുടെ ആ ഒരു കംഫർട്ട് സ്പേസിൽ അവർ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. അവരുടെ ആൾക്കാരിൽ അവർക്ക് എന്താ പറയുക, വൈബ് ഒന്ന് സെറ്റായി കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ച് പറയാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്ത് ദേ ആർ റിയലി ഓപ്പൺ. അല്ലാത്ത നേരത്തെ അവർ ഹൈ. നോർമൽ ലൈഫിൽ നിന്ന് സെലിബ്രിറ്റി ലൈഫിലായപ്പോൾ വന്നിട്ടുള്ള ചേഞ്ച്? പീപ്പിൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നു ഒരു സെലിബ്രിറ്റി ആയപ്പോൾ. അല്ലാതെ വലിയ ചേഞ്ചൊന്നുമില്ല. ഞാൻ പഴയ മാളു എല്ലാവർക്കും അറിയാം, എന്നെ അറിയുന്നവർക്ക് അറിയാം. അല്ലാതെ വലിയ യാതൊരു ചേഞ്ചും ഇല്ല. പിന്നെ പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ഡ്രസ്സൊക്കെ ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചാൽ തന്നെ
ചേഞ്ച് ചെയ്യാനൊക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു. മേക്കപ്പ് ഒന്നും ഇടില്ലായിരുന്നു, ഒന്നും ചെയ്യില്ലായിരുന്നു. എന്നിട്ട് സ്കൂളിലൊക്കെ പ്രിൻസിപ്പളൊക്കെ അമ്മയെ വിളിച്ച് പറയായിരുന്നു, കുട്ടിക്ക് ഒരു പൊട്ടെങ്കിലും ഒന്ന് തൊട്ട് വരണം എന്നുള്ള രീതിയിൽ കൊടുക്കണം, ചന്ദനമൊക്കെ തൊട്ട് വിടണം എന്ന്. ഞാൻ അങ്ങനെ കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങി വേറെ അങ്ങനെയൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ പോവും. ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ എന്താ പറയുക, റെഡി ആവാതെ പറ്റില്ല. ബിക്കോസ് ഫോർ ദി ക്യാരക്ടേഴ്സ് നമുക്ക് അത്ര വേണ്ടി വരില്ല, ബട്ട് അതിൻ്റെതായ രീതിയിൽ ഇപ്പോൾ ഡൾ സീൻ ആണെങ്കിൽ അതിനനുസരിച്ച് റെഡി ആവണം. അപ്പോൾ വീട്ടിൽ കളിയാക്കും എന്നെ ഇങ്ങനെ. വീട്ടിൽ ഡ്രസ്സ് വാങ്ങിച്ചാൽ തന്നെ ഡ്രസ്സ് ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞാൽ പോലും അത് ആ പ്രോഗ്രാം ആവട്ടെ അന്നത്തെ ദിവസം ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയുന്ന ആളാണ്. ഇപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ 10-15 ഡ്രസ്സെങ്കിലും ചേഞ്ച് ചെയ്യേണ്ടി വരും, മേക്കപ്പ് ഇത്രയും ചേഞ്ച് ചെയ്യേണ്ടി വരും എന്നുള്ളൊരവസ്ഥ. നിനക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറയാം ഇടയ്ക്ക് കളിയാക്കിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ആൾക്കാർക്ക് എന്നെ അറിയുന്നു, മനസ്സിലാക്കുന്നു, ഇതാണ് ആ കുട്ടി, ആ ജോസഫിലെ കുട്ടിയല്ലേ, ആ പാപ്പൻ്റെ കുട്ടിയല്ലേ എന്നുള്ള രീതിയിൽ. അതിനു മുമ്പ് എന്നെ ആർക്കും അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലെ അച്ഛനമ്മയുടെ മകളായിരുന്നു എന്ന് മാത്രമേ അറിയുള്ളൂ, അത്ര തന്നെ. എന്ന് തൊട്ടാ പീപ്പിൾ റെക്കഗ്നൈസ് ചെയ്തു തുടങ്ങി, അല്ലെങ്കിൽ ഏതൊരു ഫിലിം കഴിഞ്ഞതിന് തൊട്ടാണ് റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയത്? 916 അതിനുശേഷമാണ്. പിന്നെ ഇപ്പോൾ ജോസഫിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ജോസഫും പൊറിഞ്ചു മറിയം ജോസും നോക്കുമ്പോൾ അതിലേറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഏതാ? രണ്ടും എനിക്കിഷ്ടമാണ്. ജോസഫ് സത്യം പറഞ്ഞാൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത്ര ഡെപ്ത് ഉള്ളൊരു ക്യാരക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. സ്ക്രീനിൽ ഇത്രേ വരുള്ളൂ എന്നുവെച്ചാലും ത്രൂ ഔട്ട് ദി മൂവി ഇങ്ങനെ ക്യാരക്ടറിനെ സംസാരിക്കുന്നുണ്ട്, അപ്പോൾ ആ ഒരു മെമ്മറിയിൽ നിൽക്കും ആൾക്കാരുടെ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിരുന്നു, ഇത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട് പല മൂവീസിലും എന്നുള്ള രീതിയിലാണ് ഞാൻ അന്ന് വിചാരിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ മുമ്പ് പല മൂവീസിലും അങ്ങനെ വലിയ സംഭവമായിട്ട് പറഞ്ഞ ക്യാരക്ടേഴ്സ് എൻ്റെ ക്യാരക്ടർ പറഞ്ഞിട്ട് അങ്ങനെ നേരിട്ട് ചെല്ലുമ്പോൾ അതൊന്നും അയ്യോ ഇതെന്താ ഇങ്ങനെയല്ല, ഇത്രയല്ലല്ലോ, ഇതിനൊക്കെ കൂടുതൽ പറഞ്ഞിരുന്നില്ലേ എന്നുള്ള അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനെയാണല്ലോ വിചാരിക്കുക, ഇതും അങ്ങനെയായിരിക്കുന്നു. പക്ഷേ എനിക്ക് ആ മൂവി പറ്റി എനിക്ക് ഒരു നിശ്ചയം ഉണ്ടായിരുന്നു. കാരണം ദാറ്റ് ഈസ് സംതിങ് ഡിഫറെൻ്റ് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. കാരണം പപ്പൻ സാറാണ് ഡയറക്റ്റ് ചെയ്യുന്നതും ആൻഡ് ജോജിച്ചേട്ടൻ്റെ ഗെറ്റപ്പും എല്ലാം അവർ അതിൽ കൊടുക്കുന്ന ആ ഒരു ടൈം ആൻഡ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇത് കണ്ടു ഞാൻ. അവിടെ ഷൂട്ടിംഗ് സ്പോട്ടിൽ വെച്ച് എത്രത്തോളം കെയർ ചെയ്തിട്ടാണ് ഓരോ ഷോട്ടും എടുക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു എന്തോ ഉണ്ട് ഇതിൽ എന്നുള്ളത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂവി റിലീസായതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ആൻഡ് സാറും ജോജിച്ചേട്ടനും പറഞ്ഞത് കാര്യമാണ്. അതായത് എൻ്റെ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞത് എനിക്ക് ജോസഫിലൂടെ കാണാൻ പറ്റി. അപ്പോൾ അതിന് ബിഗ് താങ്ക്സ് ടു ദം. ജോസഫും എല്ലാ ക്യാരക്ടറും ഒരുപാട് സന്തോഷം തന്നു. ഭയങ്കര റെക്കഗ്നൈസേഷൻ എനിക്ക് തന്നിരുന്നു ജോസഫിലെ ക്യാരക്ടർ. അതുപോലെ തന്നെ പൊറിഞ്ചു ആയാലും ജോഷി സാറിൻ്റെ കൂടെ എനിക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റിയൊരു മൂവിയാണ് പൊറിഞ്ചു മറിയം ജോസ്. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. കുറച്ച് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. ആ മൂവിയിൽ അങ്ങനെ ഒരു സ്ക്രീൻ സ്പേസ് എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ ഐ എം റിയലി റിയലി ഹാപ്പി. ആൻഡ് ജോഷി സാറിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു പാപ്പൻ ചെയ്തിട്ടായാലും നമുക്ക് മതിയാവില്ല സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും എന്താ പറയുക, എനിക്കുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മതിയാവില്ല. ആ ഒരു ആളുടെ ഡയറക്ഷനിൽ നമുക്ക് ഇനിയും നമുക്ക് വർക്ക് ചെയ്യാൻ തോന്നും. യെസ്. ഈ മാളവിക എന്നുള്ള പേര് ഇൻഡസ്ട്രിയിലുള്ള ഒരുവിധം കോമൺ ആയിട്ടുള്ള പേരാണ്. അപ്പോൾ വന്ന സമയത്തോ അല്ലെങ്കിൽ വന്നതിന് ശേഷമോ മാറ്റാനായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് സ്വയം മാറ്റാൻ തോന്നിയിട്ടുണ്ടോ? കുറേ പേര് പറഞ്ഞിരുന്നു, പല ആൾക്കാർ. ഇപ്പോൾ തമിഴിൽ പോയപ്പോഴും മലയാളം ചെയ്യുമ്പോഴായാലും മലയാളത്തിൽ സ്റ്റാർട്ടിങ് ടൈമിൽ ഇങ്ങനെ സ്റ്റാർട്ടിങ് അല്ല എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെയാണ് കൂടുതൽ പേര് സെയിം നെയിമിലുള്ളത്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ തന്നെ ഒരു 7-8 പേരുണ്ട് മലയാളീസായിട്ട്. അപ്പോൾ എല്ലാവരും പറയാറുണ്ട്. ഇപ്പോൾ അങ്ങനെ പറയാറില്ല, ബിക്കോസ് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇല്ല ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം എൻ്റെ പേര് മാളവിക മേനോൻ എന്നുള്ള രീതിയിൽ ആൾക്കാരത് അറിഞ്ഞു. അപ്പോൾ എൻ്റെ ഫേസിൽ ഇങ്ങനെ അതവർ ഫിക്സ് ചെയ്തു. പിന്നെ ഇനി അതിപ്പോൾ മാറ്റണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ചിന്ത പോയിട്ടില്ല. മാറ്റണ്ടെന്ന് തന്നെ ഞാൻ ആരോടും പറയാറില്ല. എൻ്റെ പേര് എനിക്കിഷ്ടമാണ്, ഞാൻ മാറ്റുന്നില്ല എന്നാണ് പറയാറ്. ഓക്കെ. അതെ. അപ്പോൾ ഇത്രയും തിരക്കേറിയ സമയത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക് യു. ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബലേസ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? താങ്ക് യു, ഇത്ര നേരം ഇത് കണ്ടിരുന്നില്ല ആദ്യം തന്നെ. ആൻഡ് എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആക്ച്വലി ഗോപിക
യുടെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞു. സോ ചിയേഴ്സ് ടു ഹർ ഫസ്റ്റ്. ആളടിപൊളി കൂളായിട്ടാണ് എല്ലാ ചോദ്യം ചോദിച്ചത്. ആൻഡ് ഇറ്റ് വാസ് കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക്. ലൈക്ക് നമ്മൾ ആരോ ഫ്രണ്ടിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഐ വാസ് ഇങ്ങനെ കുറേ ആലോചിച്ചിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ആക്ച്വലി ഉള്ളതാണ് പറഞ്ഞതെല്ലാം. അപ്പോൾ രസമായിരുന്നു അത്. ആൻഡ് താങ്ക്സ് ടു യു ഓൾ ആക്ച്വലി ഇത് വാച്ച് ചെയ്തതിന്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഹാപ്പി ഓണം എല്ലാവർക്കും. പിന്നെ എന്താ പറയുക, എല്ലാവരും സുഖമായിട്ടിരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും കുറച്ച് കൂടുതൽ നന്മ ഉണ്ടാവട്ടെ വേൾഡിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ആൻഡ് കീപ് കണ്ടിന്യൂ ടു എന്താ പറയുക, സ്റ്റേ വിത്ത് അസ്, സപ്പോർട്ട് ചെയ്യുക. സ്നേഹം ഇനിയും വേണം, കോരിത്തരണം. അങ്ങോട്ടും ഉണ്ട് തീർച്ചയായിട്ടും. ബിക്കോസ് നിങ്ങളുടെ ആ ഒരു റിയൽ സ്നേഹം ഞങ്ങൾക്ക് കിട്ടുമ്പോഴാണ് ഞങ്ങളുടെ ഓരോരോ ആൾക്കാരുടെയും വളർച്ച ഞങ്ങൾ ആദ്യം കാണുന്നത്, പിന്നെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത് എപ്പോഴും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്നെ ഇത്രയും കാലം സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തവർ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ എൻ്റെ ക്യാരക്ടർ ചെയ്ത് കണ്ടതിലൂടെ ആയിരിക്കില്ല. ബിക്കോസ് ഞാൻ അത്രയും വലിയ സംഭവകരമായിട്ടുള്ള ക്യാരക്ടേഴ്സൊന്നും ചെയ്തിട്ടില്ല. ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ റിയൽ ക്യാരക്ടർ അറിഞ്ഞ് എന്നെ സ്നേഹിക്കുന്നവരാണ് എൻ്റെ കൂടുതലും ഇത്രയും കാലം നിന്നിട്ടുള്ളത്. അപ്പോൾ ബിഗ് താങ്ക് യു ടു ദം ആദ്യം തന്നെ. അപ്പോൾ ബാക്കിയുള്ളവർക്കും ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. താങ്ക് യു. ഇനിയും ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് മലയാള പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാനായിട്ട് ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു. വൺസ് അഗൈൻ താങ്ക് യു. താങ്ക് യു സോ മച്ച്.